ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നാളെ വിഷുവാണ്. അപ്പോൾ എല്ലാവർക്കും നന്മയുടെയും സന്തോഷത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുകയാണ്. ഞങ്ങൾ വിഷു കണി ഒരുക്കാൻ പോവുകയാണ്. അപ്പോൾ വിഷുവിന് കണി വയ്ക്കാൻ വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണി വയ്ക്കാൻ പോകാം. വായോ. ഓക്കെ, അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത് എല്ലാം കഴുകിയാണ് നമ്മളിതിലേക്ക് വയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമുണ്ട്, പടുക്ക വയ്ക്കാനുള്ള സാധനങ്ങളുണ്ട്, പച്ചക്കറിയുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഒരു കുഞ്ഞു വിഷുക്കണിയാണ് കേട്ടോ വച്ചിരിക്കുന്നത്. ഭയങ്കരമായിട്ട് വലിയ രീതിയിലൊന്നുമല്ല, ചെറിയ രീതിയിലൊരു കണിയാണ് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ സമയം 12 മണി ആകാറായിട്ടുണ്ട്. ഇനി വേണം ആഹാരം കഴിക്കാൻ. അപ്പോൾ ചെറിയ രീതിയിലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നാളത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ രാവിലെ അമ്പലത്തിൽ പോകണമെന്നുണ്ട്. അത്രയൊക്കെ ഉള്ളൂ, വേറെ ഒന്നും വലുതായിട്ടില്ല. അപ്പോൾ നമുക്ക് ആ ഒരു കുഞ്ഞു കണി നമുക്ക് കാണാം. വായോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ചെറിയ വിഷുക്കണി. ഒരു കുഞ്ഞു കൃഷ്ണനാണുള്ളത്. അപ്പോൾ ഇത് കഴിഞ്ഞ വർഷവും ഈ കൃഷ്ണനെ തന്നെയാണ് വെച്ചത്. പിന്നെ വേറൊരു കൃഷ്ണനും രാധയും കൂടെ ഉണ്ട്. ഇത് നമുക്ക് ഒരു ചേട്ടൻ ഗിഫ്റ്റ് തന്നതാണ്. അതായത് ഒരു 3 വർഷത്തിന് മുന്നേ ഗിഫ്റ്റ് തന്ന കൃഷ്ണനും രാധയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇതുവരെ അത് എടുക്കാതെ അലമാരിക്കുള്ളിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് തന്നതാണ് 3 വർഷം മുന്നേ. അപ്പോൾ ആ ഒരു കൃഷ്ണനും രാധയുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, പച്ചക്കറികളുണ്ട്, പിന്നെ കണ്ണന് ഹാരമുണ്ട്, പിന്നെ ക്യാഷ് വെച്ചിട്ടുണ്ട്, ഭഗവാന് പടുക്ക വെച്ചിട്ടുണ്ട്, വിളക്കും കിണ്ടിയൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് നാളെ നമ്മൾ ഒരുക്കി വിളക്ക് കത്തിക്കത്തുള്ളൂ രാവിലെ. പിന്നെ അതുപോലെ കുറിയെല്ലാം ഭസ്മം, ചന്ദനം, കുങ്കുമം അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മോൻ്റെ കുഞ്ഞു മോതിരം എടുത്ത് വെച്ചിട്ടുണ്ട് സ്വർണ്ണമായിട്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ക്യാഷ് ഉണ്ട്, ചില്ലറ പൈസ ഉണ്ട്, മാങ്ങ, ഓറഞ്ച്, മുന്തിരി, പിന്നെ കൊന്നപ്പൂവുണ്ട്. കൊന്നപ്പൂ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, അതും വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട്. നമ്മൾ ഇലയിലാണ് വെച്ചേക്കണേ, ഉരുളി ഇട്ടിട്ടില്ല. പിന്നെ ചന്ദനം, ഈ പറഞ്ഞ പോലെ കർപ്പൂരം, പിന്നെന്താണ് പനിനീര്, പിന്നെ ബാക്കി അത്യാവശ്യം കണിവെള്ളരി, പിന്നെന്താണ് കത്തിരിക്ക, പിന്നെ പച്ചക്കറിയിൽ പടവലങ്ങ, വെള്ളരിക്ക, കണിവെള്ളരിക്ക, മത്തനുണ്ട്, തണ്ണിമത്തനുണ്ട്, അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ. പിന്നെ നമ്മൾ വെറ്റിലയും പാക്കും വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാത്തിലും ഒരു ചെറിയ കുറിയൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വിളക്കിലും എല്ലാത്തിലും ചെറുതായിട്ട് കുറിയൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വിളക്കൊരുക്കി, കുളിച്ചതിന് ശേഷം വിളക്കൊരുക്കി വിളക്ക് കത്തിക്കാം. അപ്പോൾ ഇതാണ് ഒരു കുഞ്ഞു കണി സെറ്റ് ചെയ്തതാണ്, പെട്ടെന്ന് സെറ്റ് ചെയ്തതാണ്. എല്ലാ തവണയും ചേട്ടനും കൂടെയാണ് വയ്ക്കുന്നത്. ഇപ്പോൾ ഞാൻ പെട്ടെന്ന് റെഡിയാക്കിയതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കണി. അപ്പോൾ രാവിലെ നമുക്ക് വിളക്ക് കത്തിച്ചതിന് ശേഷം കാണാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഹൃദയം നിറഞ്ഞ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുന്നു. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക, സമാധാനമായിട്ടിരിക്കുക. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ ഒരുക്കിയിട്ടുണ്ട്, രാവിലെ ആയിട്ടുണ്ട്. വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്, ശാമ്പ്രാണിത്തിരി കത്തിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ കണി കണ്ടു, നമ്മൾ 3 പേരും കണി കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നീട് കുറച്ച് ലേറ്റായിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. കണിയൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് എടുത്തത്. വിഷു കൈ നീട്ടമൊക്കെ കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുത്തത്. ഇനി നമുക്ക് നേരെ റെഡിയായിട്ട് പെട്ടെന്ന് തന്നെ അമ്പലത്തിലേക്ക് പോകാം. അമ്പലം അടയ്ക്കുന്നതിന് മുന്നേ, അടയ്ക്കത്തില്ല, അങ്ങനെ ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ഇനി അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷത്തിൻ്റെയും നന്മയുടെയും വിശ്വാശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്. അപ്പോൾ നമുക്ക് അമ്പലത്തിലേക്ക് പോവാം. ആയോ. നമ്മൾ ഫസ്റ്റ് പോയത് കൃഷ്ണൻ്റെ അമ്പലത്തിലേക്കാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കാട്ടാൽ ദേവീക്ഷേത്രത്തിൽ പോയി. അവിടെ ഉത്സവമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ മഹാദേവ ക്ഷേത്രത്തിൽ വരുന്നത്. ഞാൻ മറ്റ് 2 വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അമ്പലത്തിനകത്ത് ഫോൺ കൊണ്ടുപോയിട്ട് വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് ഫസ്റ്റ് കൃഷ്ണൻ്റെ അമ്പലത്തിൽ, അത് കഴിഞ്ഞിട്ട് ദേവീക്ഷേത്രത്തിൽ പോയിട്ടാണ് മഹാദേവ ക്ഷേത്രത്തിൽ പോയത്. അപ്പോൾ ലാസ്റ്റുള്ള ക്ഷേത്രം മാത്രമേ ഞാൻ ഫ്രണ്ടിൽ നിന്ന് എടുത്തുള്ളൂ. അങ്ങനെ ഞങ്ങളിപ്പോൾ അമ്പലത്തിലൊക്കെ പോയി അവിടെ നിന്ന് ഇറങ്ങി ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ജസ്റ്റ് പോയി കണ്ടിട്ട് ഞാൻ നേരെ എൻ്റെ വീട്ടിലോട്ട് വന്നു. ഇതാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിലോട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇവിടെ അടുത്തൊരു അമ്പലത്തിൽ ഊണ് കഴിക്കാൻ വേണ്ടി പോവാണ്.
ഉച്ചയ്ക്കുള്ള ഭക്ഷണം കഴിക്കാൻ അമ്പലത്തിൽ ഇവിടെ അടുത്തൊരു ആശ്രമമുണ്ട്, അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുശേഷം വീണ്ടും ഞങ്ങൾ തിരിച്ച് വന്നിട്ട് പുറത്തോട്ട് പോകും. ബായോ. അങ്ങനെ എൻ്റെ വീട്ടിലെ വഴിയാണിത്. കുറച്ച് അടുത്താണ്, തൊട്ടടുത്താണ് ആശ്രമം. അവിടെ നിന്നാണ് നമ്മൾ അതായത് ഊണ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വണ്ടി അവിടെ കുറച്ച് തിരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് നടന്നതിന് ശേഷമേ വണ്ടിയിൽ കയറത്തുള്ളൂ. അപ്പോൾ തൊട്ടടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ എത്തി. ഇതാണ് നമ്മുടെ ആശ്രമം. അകത്തൊന്നും ഫോൺ കൊണ്ടുപോകാൻ പറ്റത്തില്ല, അതുകൊണ്ട് പുറത്ത് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഊണ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് പോയി. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാണുന്ന ഈ ബഹളം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാട്ടാക്കടയാണിത്. കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിൽ നാളെ 15-ാം തീയതി മൺഡേ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വരുന്നതിൻ്റെ തിരക്കും ബഹളവും ഒക്കെയാണ് ഈ കാണുന്നത്. എല്ലാവരും അറിഞ്ഞു കാണും, നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി വരുവാണ്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സെക്യൂരിറ്റിയും കാര്യങ്ങളും പ്രൊട്ടക്ഷനും ഒക്കെയാണ്. അപ്പോൾ 2 ദിവസം മുന്നേ ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളും, ഫുൾ പോലീസും സെക്യൂരിറ്റിയും കാര്യങ്ങളും ചെക്കിങ്ങും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നാളെ വരുന്നതിൻ്റെ ആഘോഷങ്ങളും ബഹളങ്ങളും ഒക്കെ ആയിരുന്നു. നമ്മൾ പോകുന്ന വഴിയിൽ റോഡ് ഫുൾ ബ്ലോക്കായിരുന്നു. ഇനി നാളെ റോഡുകളെല്ലാം അടുത്തുള്ള റോഡുകളെല്ലാം ക്ലോസ് ചെയ്യും. അതുപോലെ തന്നെ വാഹനങ്ങളൊന്നും കടത്തിവിടില്ല. അതുപോലെ പൊതു അവധിയായിരിക്കും 11 മണി മുതൽ 4 മണി വരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ ആർക്കും കടന്നു വരാനോ നാളെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ, കാണാൻ പറ്റുമോ, പോകാൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല. കാരണം അത്രയ്ക്ക് തിരക്കാണ്. നമ്മുടെ നാട്ടിലേക്ക്, ഇതാണ് ക്രിസ്ത്യൻ കോളേജിനുള്ളിലാണ് സാറ് വരുന്നത്. അപ്പോൾ ഇതിന് തൊട്ടടുത്താണ് നമ്മുടെ വീടും. വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷെ കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല, കാരണം അടുക്കാനേ പറ്റാത്തത്ര തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷമുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിലേക്ക് സാറിന് സ്വാഗതം, ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ പാസ് ചെയ്ത് ഒത്തിരി ദൂരം ഇങ്ങനെ സെക്യൂരിറ്റിയും പോലീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, കുറേ ദൂരം. അതിൻ്റെ കൂടെയാണ് നമ്മുടെ ക്ഷേത്രത്തിലെ കാട്ടാൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവം കൂടിയാണ്. അപ്പോൾ പിന്നെ പറയാനുണ്ടോ, ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഉത്സവം തുടങ്ങിയിട്ട് 4-5 ദിവസമേ ആയുള്ളൂ. അപ്പോൾ മോദി വരുന്നതിൻ്റെയും കൂടെയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. റോഡ് ഫുൾ ക്ലോസ്. ഇവിടെ ഫുൾ പോലീസാണ്. 2 ദിവസത്തിന് മുന്നേ ഭയങ്കര പോലീസും തിരക്കുമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് വന്നു. കുഞ്ഞിന് കുറച്ച് കളിക്കാനൊക്കെ വേണ്ടിയിട്ട് അവനവിടെ കിടന്ന് ഭയങ്കര ഓടിക്കളിക്കുകയൊക്കെ ആയിരുന്നു. അവന് കുറച്ച് ചൂട് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവനൊന്ന് കൂളാവാൻ വേണ്ടിയിട്ടാണ്, കളിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. എപ്പോഴും പറയും അവന് ഭയങ്കര ഇഷ്ടമാണ് കടലിൽ പോകാനൊക്കെ ആയിട്ടും കളിക്കാനായിട്ടും ഭയങ്കര ഇഷ്ടമാണ്, എപ്പോഴും പറയും. അപ്പോൾ ഈ ഒരു ചൂട് കാലാവസ്ഥയും അതുപോലെ അവന് ചൂട് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ വരെ ജസ്റ്റ് പോകാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ കോവളത്ത് വന്നിട്ടില്ലാത്തവരൊക്കെ വരണം. അതായത് ഭയങ്കരമായിട്ട് നമുക്ക് 4 സൈഡാണുള്ളത്. നമുക്ക് എവിടെ വേണോ ഓടിക്കളിക്കാനും അതുപോലെ തന്നെ ഭയങ്കര അതിമനോഹരമായ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. അടിപൊളി ബീച്ചാണ്. അതിന് ചുറ്റും കടകളും കാര്യങ്ങളും സീ ഫുഡ് കാര്യങ്ങൾ അതുപോലെയൊക്കെ ഉണ്ട്. പിന്നെ ലൈറ്റ് ഹൗസ് ഉണ്ട്, അവിടെ പാർക്കുണ്ട്. അവന് ഭയങ്കര ഓടിക്കളിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അവനിങ്ങനെ വലിയ ഗ്രൗണ്ടൊക്കെ കാണുമ്പോഴേക്കും ഭയങ്കര സന്തോഷമാണ്. കാരണം അങ്ങനെയുള്ളിടത്തോട്ടൊന്നും അധികം കൊണ്ടുപോയിട്ടില്ല. അവന് കടലിൽ ബീച്ചിലൊക്കെ കൊണ്ടുപോകും, പക്ഷേ ഇതുപോലെ ഇങ്ങനെ കാണുന്നത് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര സന്തോഷമാണ്. എനിക്കും ബീച്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വീക്ക്നെസ്സാണ്. അതുപോലെ തന്നെയാണ് അവനും. പിന്നെ അടുത്തുള്ള ചേച്ചി ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടികളും ഉണ്ടായിരുന്നു. അങ്ങനെ അവന് ഭയങ്കര കളിയും കുറേ നേരം അങ്ങനെ കളിക്കുക. എത്ര വിളിച്ചിട്ടും വീട്ടിലേക്കേ വരുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം നേരം അവിടെ നിന്നു. പിന്നെ മാത്രമല്ല അവിടെ ആ സൺസെറ്റ് ആവാറായി വരികയാണ്. അതുകൊണ്ട് അത് വളരെ ബ്യൂട്ടിഫുൾ ആയതുകൊണ്ട് ഞാൻ അതും കൂടെ ഒന്ന് ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു വീഡിയോ കൂടി എടുത്തത്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും അതുപോലെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എൻ്റെ ഫോണിലല്ല, ഹസ്ബൻഡ് ഫോണിലെടുത്തുകൊണ്ട് തന്നെ എൻ്റെ ഫോണിനേക്കാളും കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് തന്നെ എനിക്കത് ഫോണിലെടുക്കാനാണ് കൂടുതലും ഇഷ്ടം. അപ്പോൾ ഇന്ന് എല്ലാവരും വിഷുവൊക്കെ അടിച്ചു പൊളിച്ചോ? ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ? വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വിഷു എങ്ങനെ ഉണ്ടായിരുന്നു? അടിച്ചു പൊളിച്ചോ? വിഷുക്കണി വെച്ചോ? നിങ്ങൾക്ക് വിഷു കൈനീട്ടം കിട്ടിയോ? എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ടാറ്റാ.